ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മാനസികമായ വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനായി പ്രവർത്തനം ആരംഭിച്ച കോഴിക്കോട് ഹിംഹാൻസിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമാവുന്നു. ഉദ്ദേശശുദ്ധിയുടെ കാര്യത്തിൽ ആ സ്ഥാപനം ഇവിടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ജനപ്രതിനിധികൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പഞ്ചാക്ഷരി മുഖരിതമായ അന്തരീക്ഷത്തിൽ മഹാശിവരാത്രി. ജില്ലയിലെ ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. വിശേഷാൽ പൂജകളും പ്രത്യേക പരിപാടികളും. 14ാമത് ദേശീയ നാടകോത്സവത്തിന് കോഴിക്കോട്ട് അരങ്ങുണർന്നു. വിവിധ ഭാഷകളിൽ നിന്നായി 18 നാടകങ്ങൾ. ഇംഹാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യമെന്ന് പ്രദീപ് കുമാർ MLA. മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും MLA. വിശദമായ വാർത്തയിലേക്ക്. വ്രതാനുഷ്ഠാനത്തോടെ നാടെങ്ങും മഹാശിവരാത്രി ആഘോഷിച്ചു. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു. പുലർച്ചെ വാകചാർത്ത് മുതൽ വൻ ഭക്തജന തിരക്കായിരുന്നു. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം. പഞ്ചാക്ഷരി മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ കോഴിക്കോട് ജില്ലയിലും ശിവരാത്രി ആഘോഷ പരിപാടികൾ നടന്നു. പ്രധാന ശിവക്ഷേത്രങ്ങളായ തളി മഹാദേവ ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, വയനാട് റോഡ് ശിവപുരി മഹാക്ഷേത്രം, കൊല്ലൂർ നെല്ലിക്കോട് ശിവക്ഷേത്രം, കൂറ്റഞ്ചേരി ശിവക്ഷേത്രം, മാവൂർ കണ്ണിപറമ്പ് ശിവക്ഷേത്രം, പെരുമണ്ണ ശിവവിഷ്ണു ക്ഷേത്രം, ബേപ്പൂർ കൽക്കുന്നത് ശിവക്ഷേത്രം, ബേപ്പൂർ മഹാശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ വിശേഷാൽ പൂജകളും താന്ത്രിക കർമ്മങ്ങളും നടന്നു. രാവിലെ വാകച്ചാർത്ത് മുതൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. അഖണ്ഡ നാമജപം, രുദ്രാഭിഷേകം, ശിവസഹസ്ര നാമാർച്ചന, ശിവപഞ്ചാക്ഷരി നാമജപ യജ്ഞം, ഏകാദശി രുദ്രധാര, കലശാഭിഷേകം, അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു. തളി മഹാക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ, അഖണ്ഡ നാമജപം, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക തുടങ്ങിയവയുണ്ടായിരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും രുദ്രാഭിഷേകവും നടന്നു. രാവിലെ 8-ന് കാഴ്ചശീവേലി, വൈകിട്ട് 4 മുതൽ അക്ഷരശ്ലോക സദസ്സ്, എഴുന്നള്ളിപ്പ് 7-ന് ശിവസഹസ്ര നാമാർച്ചന, രാത്രി 8-ന് സമാപന സമ്മേളനം, 9-ന് ആറാട്ടിന് പുറപ്പെടൽ, ആറാട്ട് കഴിഞ്ഞ് കൊടിയിറക്കൽ എന്നിവ നടന്നു. 12 മണിക്കാണ് മെഗാ ഗാനമേള. വയനാട് റോഡ് ശിവപുരി ക്ഷേത്രത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡ ശിവ പഞ്ചാക്ഷരി നാമയജ്ഞം നടന്നു. വൈകിട്ട് ആധ്യാത്മിക പ്രഭാഷണം, 8-ന് ഭക്തിഗാനസുധ എന്നിവയും നടന്നു. നെല്ലിക്കോട് ഒല്ലൂർ ശിവക്ഷേത്രത്തിൽ രാവിലെ 6:30-ന് ഏകാദശി രുദ്രധാര നടത്തി. രാവിലെ 8:30-ന് ചാക്യാർകൂത്ത്, വൈകിട്ട് 6:45-ന് ഇരട്ട തായമ്പക എന്നിവ നടന്നു. പെരുമണ്ണ ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ 5 മുതൽ അഖണ്ഡനാമയ ജപം, കലശാഭിഷേകം എന്നിവ നടത്തി. പട്ടർപാലം നെല്ലുള്ളി തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ രാവിലെ 6 മുതൽ ഏകാദശ രുദ്രധാര, വൈകിട്ട് 6-ന് നിറമാല എന്നിവ നടന്നു. തലക്കുളത്തൂർ മതിലകം ക്ഷേത്രത്തിൽ രാവിലെ 9:30-ന് സഹസ്ര കലശാഭിഷേകവും വൈകിട്ട് ശിവസഹസ്ര സമൂഹ നാമാർച്ചനയും നടന്നു. ബേപ്പൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. രാവിലെ വാകച്ചാർത്ത് മുതൽ നിരവധി ഭക്തജനങ്ങളാണ് ശിവദർശനത്തിനായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. രാജ്യത്തിനാകെ മാതൃകയായി മാനസികാരോഗ്യ രംഗത്ത് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന ഹിംഹാൻസ് ആരോഗ്യമന്ത്രി ശിവകുമാർ സന്ദർശിച്ചത് തന്നെ അറിയിക്കാതെയാണെന്ന് സ്ഥലം MLA പ്രദീപ് കുമാർ. കേന്ദ്ര ഫണ്ട് ലഭിക്കാതെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഹിംഹാൻസിനെ നിലനിർത്താൻ കൂട്ടായ പരിശ്രമമാണ് വേണ്ടതെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇത് മലബാറിനോടുള്ള അവഗണനയാണെന്നും നേതാക്കൾ പറഞ്ഞു.
പക്ഷേ പിന്നീട് അദ്ദേഹം വരുന്നതൊന്നും നമുക്കറിയില്ല. ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന് അവിടെ വിളിച്ചു പറയുകയും വൈകുന്നേരം ചെല്ലുകയും ചെയ്തു. ഞാനതൊരു വലിയ പ്രശ്നമായിട്ട് പറയല്ല, നമ്മളെ അറിയിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രോട്ടോക്കോളും ഇതൊക്കെ അനുസരിച്ച് മര്യാദ അനുസരിച്ച് ഒരു ഗൗരവമുള്ള പ്രശ്നമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിട്ട് പറയല്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു നമ്മളൊക്കെ ഒരു മീറ്റിംഗിൽ ഉന്നയിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ട് അത് നടപ്പാകാതെ ഒരു പ്രശ്നം ഉൾപ്പെടെ ഇരിക്കെ ആ സ്ഥാപനം സന്ദർശിക്കാൻ പോകുമ്പോൾ അത് അറിയിക്കാതെ പോയത് ഒരു ശരിയായ നടപടിയായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിനകത്ത് ഇങ്ങനെയുള്ളൊരു വല്ലാത്ത അവസ്ഥയാണുള്ളത്. സംസ്ഥാന ബഡ്ജറ്റിൽ തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലെ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തിയതുപോലെ കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജില്ലാ സാമൂഹിക മാനസികാരോഗ്യ പദ്ധതികൾക്കും ഫണ്ട് വകയിരുത്തുക. നിലവിലെ പ്രതിസന്ധി മറികടക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ച മുഴുവൻ തുകയും അടിയന്തരമായി അനുവദിക്കുക. ഇൻഹാംസിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാവശ്യമായ ഫണ്ട് നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അനുമതി നൽകുക എന്നീ ആവശ്യങ്ങളും ഇൻഹാം സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ആയതിനാൽ 1984 മുതൽ പ്രവർത്തിച്ചു വരുന്ന കോഴിക്കോട് ഇൻഹാംസിന്റെ സാമൂഹിക സേവന പദ്ധതികൾക്ക് പ്രത്യേകിച്ച് ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ലഭ്യമായിരുന്നതും പാവപ്പെട്ട മാനസിക രോഗികൾക്ക് ഏറെ ഗുണം ചെയ്തതുമായ ഇൻഹാംസിന്റെ മാനസികാരോഗ്യ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ച് മാനസിക രോഗികളോടുള്ള അവഗണന അകറ്റുവാൻ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഗ്രാമങ്ങളിലേതുപോലെയുള്ള സൌഹൃദങ്ങളും കൂട്ടായ്മകളും ഇന്ന് നഗരങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ലെന്ന് പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. RACC വനിതാ വിഭാഗ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതകൾക്ക് അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുമായി RACC ഒരു പ്രത്യേക വേദി ഒരുക്കിയിരിക്കുന്നു. RACC വനിതാ വിഭാഗ് എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ MT വാസുദേവൻ നായരുടെ സാന്നിധ്യത്തിൽ പ്രസിദ്ധ വനിതാ പത്രപ്രവർത്തക ഡോക്ടർ ലൽക്കർ നിർവഹിച്ചു. ഗ്രാമങ്ങളിലേതുപോലെയുള്ള സൌഹൃദങ്ങളും കൂട്ടായ്മകളും ഇന്ന് നഗരങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ലെന്ന് MT പറഞ്ഞു. നാടും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ഈ കാര്യത്തിൽ. ഗ്രാമങ്ങളും ഈ നഗരത്തിന്റെ എല്ലാ പരാധീനതകളും ഗ്രാമങ്ങളിലും ഇന്ന് നിലനിൽക്കുന്നു. ഗ്രാമങ്ങളിലെ കൂട്ടായ്മ, സൗഹൃദം എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ ഒരു കഥയോ ഒക്കെയായി മാറി. നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് പോലും നമുക്കറിയാത്തത്. ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയും ACCC പ്രസിഡന്റും ജ്വാലാമാസികയുടെ സാമൂഹ്യ സേവന ശ്രേഷ്ഠ അവാർഡ് ജേതാവുമായ ഡോക്ടർ AS ഷബ്നത്തെ ആദരിച്ചു. പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ D സാലി, ACP ജോസി ചെറിയാൻ, നടക്കാവ് CI മൂസ വള്ളിക്കാടൻ, വനിതാ ജയിൽ CI ശാന്തി, വാർഡ് കൌൺസിലർ കമല രഘുനാഥ്, RACC വനിതാ വിഭാഗം കൺവീനർ ഹൈമാവതി, ജോയിന്റ് കൺവീനർ ഉഷ, വൈസ് പ്രസിഡന്റ് നെൽസൺ ഡിക്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായ കക്കോടി ബ്രാഞ്ച് കനാൽ തുറന്നുവിടാത്തത് പ്രതിഷേധാർഹമാണെന്ന് സംരക്ഷണ സമിതി. കനാൽ വൃത്തിയാക്കി വെള്ളം തുറന്നുവിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മഹാഭൂരിഭാഗം പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ കുടിവെള്ളക്ഷാമവും കാർഷികാവശ്യത്തിനും ശാശ്വതമായ പരിഹാരമായി നിലകൊള്ളുന്ന ഒരു പദ്ധതിയാണ് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായ കക്കോടി ബ്രാഞ്ച് കനാൽ. കഴിഞ്ഞ 45ഓളം വർഷക്കാലമായി ജനുവരി മാസത്തോടെ തുറന്നുവിടുന്ന കനാൽ ഈ വർഷം കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും ജലസേചനം നടത്താത്തത് ജനങ്ങളിൽ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ജലസേചനത്തിന് മുന്നോടിയായ കനാൽ വൃത്തിയാക്കൽ പോലും ഇതുവരെ നടന്നിട്ടില്ല. തൽഫലമായി കനാൽ തുറന്നുവിട്ടാലും ധാരാളം മാലിന്യങ്ങൾ ഒഴുകിയെത്താനും അതുമൂലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയാക്കും. സാധാരണയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കനാൽ വൃത്തിയാക്കാറ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശപ്രകാരം കനാൽ വൃത്തിയാക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ വന്നിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സമിതി നേതാക്കൾ അറിയിച്ചു. ദേശീയ നാടകോത്സവത്തിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നാടകങ്ങളുടെ അണിയറ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ടാഗോർ ഹാളിൽ മുഖാമുഖം പരിപാടി നടന്നു. തുടർന്ന് സെമിനാർ അവതരണവും നടന്നു.
ദേശീയ നാടകോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നാടകങ്ങളുടെ അണിയറ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ടാഗോർ ഹാളിൽ മുഖാമുഖം പരിപാടി നടന്നു. ബംഗാളി നാടക പ്രവർത്തകരായ പ്രബീർ ഗുഹ, ശുഭദീപ് ഗുഹ, കേരളത്തിൽ നിന്നുള്ള നാടക പ്രവർത്തകരായ എ രത്നാകരൻ, മധു ഗോപിനാഥ്, വക്കം സജീവ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നാട്യശാസ്ത്രവും സമകാലിക നാടകത്തിൽ അതിന്റെ പ്രസക്തിയും എന്ന സെമിനാർ അവതരിപ്പിച്ചു. കാവാലം നാരായണ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. ടി എം എബ്രഹാം മോഡറേറ്ററായി. പക്ഷേ ഇപ്പം ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ലൈറ്റിങ്ങിന്റെ സാധ്യതകൾ അതിനകത്ത് ഉപയോഗിക്കപ്പെടുകയും അതിൻ്റെ ഒരു തരം പ്ലാസ്റ്റിസിറ്റി, അതിൻ്റെ ഒരു ടോട്ടൽ സ്പേസിന്റെ ഫ്ലെക്സിബിലിറ്റി നമ്മളെ ഫീലിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തത് വളരെ ഭംഗിയായിട്ടുണ്ട്. എങ്കിലും എനിക്കുള്ള വേറൊരു സംശയം അത് ഞാൻ സാറിനോട് ഉപയോഗിക്കുന്നു. അതായത് ഈ ലൈറ്റിങ്ങിന്റെ സാധ്യത ഉപയോഗിക്കപ്പെടാതെ തന്നെ ഈ മനുഷ്യ ശരീരങ്ങളെ കൊണ്ട് ഈ സ്പേസിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന അനവധി അത്ഭുതങ്ങളുണ്ട് എന്നാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ കോഴിക്കോട് സൌത്ത് ജില്ലാ സർഗമേള കാരപ്പറമ്പിൽ പ്രത്യേകം സജ്ജീകരിച്ച 6 വേദികളിലായി അരങ്ങേറി. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയം മദനി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 110 മദ്രസകളിലെ 1200 വിദ്യാർത്ഥികൾ സർഗമേളയിൽ പങ്കെടുത്തു. കേരള നദ്വത്തുൽ മുജാഹിദീൻ കോഴിക്കോട് സൌത്ത് ജില്ലാ മദ്രസ സർഗമേള കാരപ്പറമ്പ് വെച്ച് നടന്നു. ജില്ലയിലെ 110 മദ്രസകളിലെ 1200 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സർഗമേള KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഉദ്ഘാടനം ചെയ്തു. വളരെ ശുദ്ധ പ്രകൃതിയോടുകൂടി അല്ലാഹു തആല സൃഷ്ടിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ മറ്റേതൊരു വികലമായ ആശയത്തിലേക്കും അല്ലെങ്കിൽ മറ്റേതൊരു വിരുദ്ധ ആശയങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ്. കോഴിക്കോട് സൌത്ത് ജില്ലയിലെ 16 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ മേഖലകൾ തമ്മിലാണ് മാറ്റുരച്ചത്. സർഗമേളയ്ക്ക് കാരപ്പറമ്പിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ചെയ്തിരുന്നത്. സ്വാഗത സംഘം ചെയർമാൻ VK ബാവ അധ്യക്ഷം വഹിച്ചു. കൺവീനർ വളപ്പിൽ അബ്ദുൽസലാം, അബ്ദുൾ റഹീം മദനി, ഇബ്രാഹിം മദനി പാലത്ത്, അബ്ദുൽസലാം പുത്തൂർ, ഷബീർ കൊടിയത്തൂർ, KC അബ്ദുറബ്ബ്, റഹ്മത്തുള്ള പുത്തൂർ, മൊയ്തീൻ കോയ ഒളവണ്ണ, K മുഹമ്മദ് കമാൽ എന്നിവർ സംസാരിച്ചു. വാർത്തയിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് A പ്രദീപ് കുമാർ MLA. ഇപ്പോൾ നടക്കുന്നതെല്ലാം പ്രഹസനമാണെന്നും MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിന്റെ കാര്യത്തിൽ ഞാൻ അതിന്റെ മുഴുവൻ ഹിസ്റ്ററി പറയുന്നില്ല. യാതൊരു ആത്മാർത്ഥതയില്ല. സത്യത്തിൽ നമ്മുടെ കോഴിക്കോട്ടുകാരെ കളിപ്പിക്കുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന ഒരു നിലപാടാണ് ആ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഭാഗമായി ഇപ്പൊ നടക്കുന്ന പല യോഗങ്ങളും വെറും പ്രഹസനമാണ്. ഭിന്നശേഷിയുള്ളവർക്ക് നൽകുന്ന പെൻഷൻ വൈകല്യത്തിന്റെ ശതമാനം നോക്കാതെ ഏകീകരിച്ച് 1500 രൂപയാക്കി ഉയർത്തണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള വികലാംഗ സഹായ സമിതിയുടെ 45ാം സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിൽ വെച്ച് മെയ് ആദ്യവാരത്തിൽ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭിന്നശേഷിയുള്ളവർക്ക് മാത്രമായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുക, ഭൂമിയും വീടും പദ്ധതി രൂപീകരിക്കുകയും അവർ താമസിക്കുന്ന വീടിനെ പഞ്ചായത്ത് കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കുക, വൈദ്യുതി കണക്ഷൻ സൌജന്യമായി നൽകുന്നത് പുനഃസ്ഥാപിക്കുകയും ഉപയോഗിക്കുന്ന വൈദ്യുതി ചാർജിൽ ഇളവ് അനുവദിക്കുകയും ചെയ്യുക, ഭിന്നശേഷിയുള്ളവരുടെ കുടുംബത്തിന്റെ റേഷൻ കാർഡ് വരുമാന പരിധി നോക്കാതെ BPL ആക്കാനുള്ള നടപടി സ്വീകരിക്കുക, ഗ്യാസ് സിലിണ്ടറിന്റെ വിൽപ്പന നികുതി ഒഴിവാക്കുക, തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിയുള്ളവർക്ക് പഞ്ചായത്ത് തലം മുതൽ ഒരു സീറ്റ് സംവരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും കേരള വികലാംഗ സഹായ സമിതി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള വികലാംഗ സഹായ സമിതിയുടെ 45ാം സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിൽ വെച്ച് മെയ് ആദ്യവാരത്തിൽ നടത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കോഴിക്കോട് സിറ്റി യൂണിറ്റിന്റെ വാർഷികം തടമ്പാട്ടുതാഴം ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്നു. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കോഴിക്കോട് സിറ്റി യൂണിറ്റിന്റെ വാർഷികം തടമ്പാട്ടുതാഴം ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. K അപ്പുട്ടി അധ്യക്ഷം വഹിച്ച ചടങ്ങ് പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയാകുന്ന ബുദ്ധി ഗുണമുള്ള ജീവജാലങ്ങൾ, മസ്തിഷ്കം എന്നൊന്നില്ലാത്ത ജീവജാലങ്ങൾ, പക്ഷെ ജീവനുണ്ട് എല്ലാ ജീവജാലങ്ങളിലും. ഈ ജീവനെ കുറിച്ചുള്ള ചിന്ത
നമുക്ക് സമാധാനത്തിന്റെ ചിന്തയാണ്. ജീവനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് സമാധാനത്തിലേക്കുള്ള വഴി. മേഖലാ കമ്മിറ്റി ചെയർമാൻ പി കെ ദയാനന്ദൻ, ടി ബാലകൃഷ്ണൻ, എം പി കേശവൻ നമ്പിശൻ, എം പി വാസുദേവൻ എന്നിവർ സംസാരിച്ചു. സ്വത്ത് വിഭജനം, ഔസ്യത്ത്, അനുബന്ധ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് പി സി ശരത്ചന്ദ്രൻ പഠന ക്ലാസ് എടുത്തു. ഇ കരുണാകരൻ വാർഷിക റിപ്പോർട്ടും എം രാമകൃഷ്ണൻ വാർഷിക കണക്കും അവതരിപ്പിച്ചു. നാടകത്തെ പ്രണയിക്കുന്നവർക്ക് ആഹ്ലാദ നിരങ്ങൾ പകർന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ വിരുന്നെത്തിയ ദേശീയ നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 6 നാൾ നീളുന്ന 14ാമത് ദേശീയ നാടകോത്സവത്തിൽ 8 മലയാള നാടകങ്ങളും ഹിന്ദി, രാജസ്ഥാനി, പഞ്ചാബി, ഭോജ്പൂരി, ബംഗാളി ഉൾപ്പെടെ 10 ഇതര ഭാഷാ നാടകങ്ങളുമാണ് അരങ്ങേറുന്നത്. നാടകപ്രേമികൾക്കായി അപൂർവ ദൃശ്യവിരുന്നൊരുക്കി 14ാമത് ദേശീയ നാടകോത്സവം കോഴിക്കോട്ട് ആരംഭിച്ചു. സംസ്ഥാന വിവര പൊതുജന സമ്പർക്ക വകുപ്പ് സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിൽ 18 നാടകങ്ങളാണ് 6 ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കുന്നത്. കോഴിക്കോട് ടാഗോർ തിയേറ്റർ ഓപ്പൺ സ്റ്റേജ്, ടൗൺ ഹാൾ, നളന്ദ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായാണ് നാടകങ്ങൾ അരങ്ങേറുന്നത്. നാടകോത്സവം ടാഗോർ തിയേറ്റർ ഓപ്പൺ സ്റ്റേജിൽ സാംസ്കാരിക വിവര വകുപ്പ് മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സാമൂഹിക മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നാടകങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മലബാറിൽ സാംസ്കാരിക സമുച്ചയം സ്ഥലം ലഭിച്ചാലുടൻ കോഴിക്കോട് നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ആസ്ഥാനമായി മലബാറിന് വേണ്ടിയുള്ള ഒരു കൾച്ചറൽ വില്ലേജിന് വേണ്ടി ശ്രമം ആരംഭിച്ചതാണ്. പല സ്ഥലങ്ങളും നോക്കി വെച്ചു, പല സ്ഥലങ്ങളും കണ്ടു. പക്ഷെ അതൊന്നും ലഭിക്കാതെ ഇന്ന് ഒരു സ്ഥലം ലഭിക്കാനുള്ള തത്രപ്പാടിലാണ് സാംസ്കാരിക വകുപ്പ് ഏർപ്പെട്ടിരിക്കുന്നത്. സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ സഹകരണം ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥലം കണ്ടെത്തിയാൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത മലബാറിന്റെ കൾച്ചറൽ കോംപ്ലക്സ് കോഴിക്കോട് ആരംഭിക്കുന്ന പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാവാലം നാരായണ പണിക്കർക്ക് ചടങ്ങിൽ മന്ത്രി കെ സി ജോസഫ് ഉപഹാരം നൽകി. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ എം കെ മുനീർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. INPRD ഡയറക്ടർ മിനി ആന്റണി, ജില്ലാ കളക്ടർ CA ലത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, മേയർ AK പ്രേമജം, PRD അഡീഷണൽ ഡയറക്ടർ C രമേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. എല്ലാ ദിവസവും ടാഗോർ ഹാളിലെ ശാന്തദേവി സ്റ്റേജിൽ രാവിലെ 9:30 മുതൽ 11 വരെ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖം, 11 മുതൽ 12 വരെ വിവിധ നാടക വിഷയങ്ങളിൽ സെമിനാറും, 2 മണി മുതൽ നാടക സിനിമാ പ്രദർശനവും നടക്കും. നാടകത്തിന്റെ ഭാഗമായ ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി M K മുനീർ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജത്തിന് നൽകി പ്രകാശനം ചെയ്തു. കോഴിക്കോടിന്റെ മണ്ണിൽ വിരുന്നെത്തിയ ദേശീയ നാടകോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി ചലച്ചിത്ര നാടക പിന്നണി ഗായകൻ VT മുരളിയും സംഘവും ചേർന്ന് നാടക സംഗീത കച്ചേരി അവതരിപ്പിച്ചു. പഴയകാല നാടക ഗാനങ്ങൾ പുനരവതരിപ്പിച്ചത് ആസ്വാദകർക്ക് നവ്യാനുഭവമായി. KDC ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പുതിയതായി അധികാരമേറ്റ കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുള്ള അനുമോദന സ്വീകരണ യോഗം നടന്നു. മന്ത്രി M K മുനീർ ഉദ്ഘാടനം ചെയ്തു. KDC ബാങ്കിന്റെ സേവനം കുടുംബശ്രീയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ M K മുനീർ. KDC ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പുതിയതായി അധികാരമേറ്റ കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുള്ള അനുമോദന സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ ലിങ്കേജ് വായ്പ 700 കോടിയിൽ നിന്നും 1000 കോടിയായി വർദ്ധിക്കാൻ കാരണം അംഗങ്ങളുടെ സത്യസന്ധതയും വിശ്വാസവുമാണ്. ബാങ്ക് വായ്പകളിൽ 99% തിരിച്ചടവ് നടക്കുന്നത് കുടുംബശ്രീയിൽ മാത്രമാണ്. കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള സമ്പൂർണ്ണ ഇൻഷുറൻസ് 6 മാസത്തിനകം ഗവൺമെന്റ് നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്ക കോൺസുലേറ്റ് അടക്കം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം സൗത്ത് ആഫ്രിക്ക കുടുംബശ്രീയെ കുറിച്ച് അവർക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ നിന്നും ഒരു സംഘത്തെ സൗത്ത് ആഫ്രിക്കയിലേക്കും ക്ഷണിച്ചിരിക്കുകയാണ്. ജില്ലാ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. കുടുംബശ്രീ സപ്ലിമെന്റ് പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. ലീഡ് ബാങ്ക് മാനേജർ ഭുവനദാസ് K സപ്ലിമെന്റ് ഏറ്റുവാങ്ങി.
KDC ബാങ്ക് ജനറൽ മാനേജർ C. അബ്ദുൽ മുജീബ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് ഫൈസൽ KN സുബ്രഹ്മണ്യൻ, U. രാജീവൻ, KA ഖാദർ, KT പ്രേമരാജൻ, K. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് I. മൂസ സ്വാഗതവും DGM കൃഷ്ണൻ C. നന്ദിയും പറഞ്ഞു. വാർത്തയിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കലാലയങ്ങളെ SFI ക്രിമിനലുകളുടെ താവളമാക്കുകയാണെന്നും ഇതിനു വലിയ ഉദാഹരണമാണ് കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥി KC അൻസാറിനു നേരെയുണ്ടായ SFI DYFI പ്രവർത്തകരുടെ ആക്രമണമെന്നും AISF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. SFI ക്യാമ്പസുകളെ ക്രിമിനലുകളുടെ താവളമാക്കി മാറ്റുകയാണെന്ന് AISF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിയായ AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC അൻസാറിനെ SFI DYFI പ്രവർത്തകർ ആക്രമിച്ചത് അവസാന ഉദാഹരണമാണ്. ഇടതുപക്ഷത്തിന്റെ മുഖം വികൃതമാക്കുന്ന തരത്തിലാണ് SFI അതിക്രമങ്ങൾ. ഈ നിലപാട് തിരുത്തണം. ക്യാമ്പസുകളിൽ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയാണ് SFIയുടേത്. ക്യാമ്പസുകളിലും കോളേജ് ഹോസ്റ്റലുകളിലും സമഗ്രമായ പരിശോധന നടത്താൻ പോലീസ് അധികാരികൾ തയ്യാറാവണം. SFIയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും അരുൺ പറഞ്ഞു. ക്രിമിനലുകളെ നിയന്ത്രിക്കണം. ക്രിമിനലുകൾ ആ പ്രസ്ഥാനത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. ക്രിമിനലുകൾ അവരുടെ ഒരു ഒളിത്താവളമായിട്ട്, അവരുടെ ഒരു സങ്കേതമായിട്ട് ക്യാമ്പസുകളെ മാറ്റുന്ന സാഹചര്യമുണ്ട്. മഹാരാജാസ് കോളേജിൽ, എറണാകുളം മഹാരാജാസ് കോളേജിലടക്കം മയക്കുമരുന്ന് വേട്ട തന്നെ നടന്ന സാഹചര്യം ഉണ്ടായി. അത് എവിടെ നിന്നാണ് പിടിച്ചത്? ആ മയക്കുമരുന്ന് അവിടെ നിന്ന് കണ്ടെത്തിയത് ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയ ശേഷിയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്. AISF ജില്ലാ പ്രസിഡന്റ് CK ബിജിത് ലാൽ, സെക്രട്ടറി അഖിൽ കേളോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാവൂർ ക്രസന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൂനൂർ പുഴ ശുചീകരിച്ചു. 50ഓളം വരുന്ന പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ശുചീകരണം നടന്നത്. മടവൂർ കൊട്ടക്കാവ് വയൽ ക്രസന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൂനൂർ പുഴ ശുചീകരിച്ചു. KK ഹംസ, AP അബു, KP സലാം, നൌഷാദ് ഉദ്യോഗത്തുപുറായി, KP അസ്രുദ്ദീൻ, സയ്യൂദ്, റഷീദ് കോട്ടക്കൽ, MK റംഷാദ്, KK അബ്നാസ്, AK ഷാഫി, മുനീർ അരിമ്പ്രം, KK റാഷിദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂനൂർ പുഴ ശുചീകരിച്ചത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തെപ്പോത്സവം നടന്നു. വൈകിട്ട് ക്ഷേത്രനടയിൽ വെച്ച് പാണക്കുട കൈമാറ്റ ചടങ്ങിനു ശേഷമാണ് ക്ഷേത്രകുളത്തിൽ തെപ്പോത്സവം നടന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഒട്ടേറെ ഭക്തർ നേരത്തെ തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 10:30 ആനയൂട്ട്, ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെ അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രനടയിൽ വെച്ച് പാണക്കുട കൈമാറ്റ ചടങ്ങ് നടന്നു. തുടർന്ന് നടന്ന തെപ്പോത്സവം ഭക്തിസാന്ദ്രമായി. മേൽശാന്തി ബ്രഹ്മശ്രീ ഷിബു ശാന്തിയുടെയും മറ്റ് ശാന്തിമാരുടെയും കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് 5 മണിയോടെയാണ് തെപ്പോത്സവം കൊണ്ടാടിയത്. പ്രത്യേകം സജ്ജമാക്കിയ തെപ്പരഥത്തിൽ ശ്രീകണ്ഠേശ്വരന്റെയും ശ്രീ സുബ്രഹ്മണ്യന്റെയും ശ്രീ പാർവതിയുടെയും തിടമ്പുകൾ 3 തവണ ക്ഷേത്രകുളത്തിൽ പ്രദക്ഷിണം ചെയ്തു. തുടർന്ന് ക്ഷേത്രകുളത്തിനു മധ്യത്തിലുള്ള മണ്ഡപത്തിൽ വെച്ച് ശ്രീ വിഘ്നേശ്വരനെയും ചേർത്ത് അഭിഷേകവും പൂജാതി കർമ്മങ്ങളും നടത്തി. തിരിച്ച് 2 തവണ രഥത്തിൽ പ്രദക്ഷിണത്തിനു ശേഷം 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പിനായി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. രാമൻ ആൻഡ് ലക്ഷ്മണൻ ബ്രദേഴ്സ് അവതരിപ്പിച്ച നാദസ്വര കച്ചേരി, ബാലുശ്ശേരി കോട്ട പഞ്ചവാദ്യ സംഘത്തിന്റെ പഞ്ചവാദ്യം എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി. ക്ഷേത്രയോഗം പ്രസിഡന്റ് ശ്രീ PV ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ശ്രീ സുന്ദർദാസ് പൊറോളി, ട്രഷറർ അരുൺ KV, ജനറൽ സെക്രട്ടറി E. അനിരുദ്ധൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത്, സ്റ്റിയറിംഗ് കമ്മിറ്റി കൺവീനർ അനിൽകുമാർ കേലാട്ട്, ഡയറക്ടർ തറമ്മൽ പ്രസന്നകുമാർ, ഡെക്കറേഷൻ കമ്മിറ്റി കൺവീനർ KC വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ നടന്ന ആനയൂട്ട് വഴിപാട് നടത്തിയത് ക്ഷേത്രയോഗം ട്രഷറർ അരുൺ KV, വേണുഗോപാൽ അടച്ചിക്കാട്ട്, ശോഭന സോമരാജ് കോട്ടൂളി, ഡക്കാൻ സ്വാമി എന്നിവരായിരുന്നു. 6 മണിക്ക് പകൽപൂരം നടന്നു.
തുടർന്ന് രാത്രി 10 മണിക്ക് പള്ളിവേട്ടയ്ക്ക് പുറപ്പെട്ട് 11 മണിക്ക് ഭഗവാൻ പള്ളിനിദ്ര കൊള്ളുകയും ചെയ്തു. ക്ഷേത്രയോഗം ഡയറക്ടർമാരും ഭരണസമിതി, പ്രവർത്തക സമിതി അംഗങ്ങളും അനേകം ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന ട്രഷറർ PM ജമാൽ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ടിക്കറ്റുകളുടെ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ടിക്കറ്റുകളുടെ വില വർധന ചൂതാട്ടത്തിന് വഴി തെളിയിക്കും. സമ്മാനത്തുക 28% നിന്ന് 50% ഉയർത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ട്രഷറർ PM ജമാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK ശശി അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി ശിവരാമൻ, P ദാസൻ പേരാമ്പ്ര, P ഹസൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PR സോമൻ സ്വാഗതവും NC തോമസ് നന്ദിയും പറഞ്ഞു. നിലവിൽ 30 രൂപയുടെ ടിക്കറ്റ് 50 ആവാനും 50 100 ആവാനും പോകുന്നവര് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സാധാരണ വിൽപ്പനക്കാരായ നിങ്ങളാരും ഈ തൊഴിൽ ഏർപ്പെടേണ്ടി വരില്ല. അതിവിടുത്തെ വൻകിടക്കാർക്ക് മാത്രമേ നടക്കൂ. ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ 30, 20 ആയതുകൊണ്ട് 20 ഇല്ലല്ലോ, 30, 40, 50, 100. എങ്ങനെയെങ്കിലും അത്യാവശ്യം ഉപജീവന മാർഗം കഴിക്കാനുള്ള തൊഴിൽ മേഖലയിൽ ലോട്ടറി ടിക്കറ്റ് മേഖല കഴിഞ്ഞു പോകുന്ന നിങ്ങൾക്ക് നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. മൊകവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം 22, 23 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. പുലർച്ചെ 4-ന് വാഗചാർത്ത്, തുടർന്ന് ഉഷപൂജ, മേലേരി പൂജ, ആയുധം എഴുന്നള്ളിപ്പ്, വരവ്, കരുമകൻ വെള്ളാട്ട്, കുലവൻ വെള്ളാട്ട്, അമ്മ കുളിച്ചുവരവ്, അമ്മ വെള്ളാട്ട്, കലശം കെട്ട്, തായമ്പക, ഏറോക്കളി, കനലാട്ടം, കരുമകൻ തിറ, കുലവൻ തിറ, ഭഗവതി തിറ, കലശം കെട്ട് എന്നിവ ആദ്യ ദിനമുണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 11-ന് കാവുണർത്തൽ, കരുമകൻ വെള്ളാട്ട്, കുലവൻ വെള്ളാട്ട്, അമ്മ കുളിച്ചുവരവ്, അമ്മ വെള്ളാട്ട്, കലശം കെട്ട് എന്നിവ നടക്കും. ഉത്സവ ബ്രോഷർ കലക്ടർ CA ലത പ്രകാശനം ചെയ്തു. ADMK രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ A ഗംഗാധരൻ ഏറാടി, ട്രസ്റ്റിമാരായ P മനോഹരൻ ഏറാടി, ശിവാനന്ദൻ ഏറാടി, ക്ഷേത്രകാരണവന്മാരായ P ശിവദാസൻ ഏറാടി, ശ്രീനിവാസൻ ഏറാടി, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ അംഗം സുരേഷ് മൊകവൂർ, കാരന്നൂർ ബാങ്ക് ഡയറക്ടർ രമേശ് ബാബു എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ കലായാത്ര നടത്തുമെന്ന് സമുദ്ര സെന്റർ ഫോർ ഇന്ത്യൻ കണ്ടംപററി പെർഫോമിംഗ് ആർട്സ് സാരഥികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഗ്രാമീണ ജനതയുടെയും സ്കൂളുകളിൽ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വർക്ക്ഷോപ്പുകളും ഒത്തുചേരലും നടത്തുമെന്നും സമുദ്ര സാരഥികളായ മധു ഗോപിനാഥ്, വക്കം സജീവ്, റനീഷ് പേരാമ്പ്ര എന്നിവർ പറഞ്ഞു. കോഴിക്കോട്ടെ സ്രാമ്പിക്കൽ കുടുംബയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്രാമ്പിക്കൽ തറവാട്ട് ക്ഷേത്രമായ ഗുരുവായൂർ പേരകത്തെ സ്രാമ്പിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്രട്ടാതി മഹോത്സവം പൂർവാധികം ഭംഗിയായി ആഘോഷിക്കും. ഫെബ്രുവരി 21 ശനിയാഴ്ചയാണ് ഉത്രട്ടാതി മഹോത്സവം. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് താമരപ്പള്ളി ജാതവേദ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി പരമേശ്വരൻ എമ്പ്രാന്തിരിയുടെയും നാഗൻ എമ്പ്രാന്തിരിയുടെയും കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടക്കുന്നത്. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കേരള വിഭാഗവും സംയുക്തമായി ഒരു അന്തർദേശീയ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 19, 21 തീയതികളിൽ NITയിൽ നടത്തുന്ന സെമിനാറിൽ വിവര സാങ്കേതിക വിദ്യ, വാർത്താവിനിമയം, ഊർജ്ജോൽപാദനം, ഊർജ്ജ സംരക്ഷണം എന്നീ മേഖലകളിലെ നൂതന പ്രവണതകളെ സംബന്ധിച്ചാണ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. 19-ാം തീയതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗം ചെയർമാനായ പ്രൊഫസർ P വിജയകുമാർ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അറിയിപ്പുകൾ. കോഴിക്കോട് കേന്ദ്രമായി പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന നാസിക് ബാൻഡ് ട്രൂപ്പിലേക്ക് വിവിധ ഇനം സംഗീതോപകരണങ്ങൾ വായിക്കുന്ന കലാകാരന്മാരെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ 7560803977 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഞ്ചാക്ഷരി മുഖരിതമായ അന്തരീക്ഷത്തിൽ മഹാശിവരാത്രി. ജില്ലയിലെ ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. വിശേഷാൽ പൂജകളും പ്രത്യേക പരിപാടികളും. 14ാമത് ദേശീയ നാടകോത്സവത്തിന് കോഴിക്കോട്ട് അരങ്ങുണർന്നു. വിവിധ ഭാഷകളിൽ നിന്നായി 18 നാടകങ്ങൾ. ഇംഹാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യമെന്ന് പ്രദീപ് കുമാർ MLA. മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.